എത്രയോ MLA മാറി ഭരിച്ചു. CPM-ന്റെ ആയിരുന്നു, കോൺഗ്രസിൻ്റെ ആയിരുന്നു. BJP MPക്ക് ഒരു അവസരം കിട്ടിയാൽ, നരേന്ദ്രമോദിജിക്ക് 2014 കിട്ടിയ അവസരം പോലെ തന്നെ ഇവിടെ ഒരു നല്ല മാറ്റം, നല്ല ഒരു ചാട്ടം കൊണ്ടുവരാൻ കഴിവുണ്ട്, താല്പര്യമുണ്ടെന്നാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഒരുപാട് പ്രവർത്തകരുടെ മനസ്സിലുമുള്ള ഒരു വിശ്വാസം നിയമത്ത് രാജീവ് ചന്ദ്രശേഖർ എത്തും എന്നത് തന്നെയാണ്. എത്തും BJP NDA എന്റെ വിശ്വാസം, എന്റെ പ്രതീക്ഷ. എനിക്ക് തോന്നുന്നു സാർ, ഞാൻ തിരുവനന്തപുരത്തുകാരിയായതുകൊണ്ട് ഞാൻ നിയമം കൂടുതൽ ഇതായി കാണുന്നത് കൊണ്ടായിരിക്കും. നിയമം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അതിനോടൊപ്പം തന്നെ BJPയുടെ ഒരു പ്രസ്റ്റീജിയസ് സീറ്റ് തന്നെയാണ്. നിയമത്ത് BJPക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ ഒരിടമാണ്. അവിടേക്ക് അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനാണ് അവിടെ വരിക എന്നുള്ളത് അങ്ങ് തന്നെ പറഞ്ഞിരുന്നു. അവിടെ എത്തി. ശരിക്കും എനിക്ക് തോന്നുന്നു BJP പ്രവർത്തകർ മാത്രമല്ല, തിരുവനന്തപുരം ഒന്നടങ്കം അങ്ങേ അവിടെ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങ് വന്നതാണ്. എന്ത് തോന്നുന്നു? ഇന്നിപ്പോ ആറ്റുകാലമ്മയെ കണ്ടു, ഇന്നിപ്പോ സാർ നോമിനേഷൻ സമർപ്പിക്കാൻ പോകുന്നു. എന്താണ് അങ്ങയുടെ ഒരു പ്രതീക്ഷകൾ, അങ്ങ് പങ്കുവെക്കുന്ന ഒരു വാഗ്ദാനങ്ങൾ? അല്ല, ഞാൻ ആദ്യമായി ഇത് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാനല്ല പറഞ്ഞത് എനിക്ക് നിയമത്തിൽ മത്സരിക്കണമെന്ന്. ഞാൻ പറഞ്ഞത്, എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് 35 ദിവസം സമയം കിട്ടി ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ സ്നേഹവും പിന്തുണയും ഞാൻ ഒരിക്കലും മറക്കില്ല. അന്ന് പറഞ്ഞതാണ്, ഞാൻ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞിട്ട് പറഞ്ഞതാണ്, അതിനൊരു കടപ്പാടായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എനിക്ക് ഒരു അവസരം കിട്ടിയാൽ ഇവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ടെന്ന് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് സീനിയർ ലീഡർഷിപ്പ് തീരുമാനിച്ചു ഇവിടെ മത്സരിക്കണം. അതുകൊണ്ട് രണ്ടാമത്തത്, ഞങ്ങൾ കാണുന്നത് നിയമം മാത്രമായിട്ട് കാണുന്നില്ല. നിയമം ജയിക്കണം, ഈ വികസിത കേരളം എന്നൊരു ഞങ്ങളുടെ സ്വപ്നവും കാഴ്ചപ്പാടും ഇവിടുന്ന് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം എത്രയോ സീറ്റിൽ BJP NDA മത്സരിക്കുന്നുണ്ട് ജയിക്കാൻ. ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാടിൻ്റെ ഭാവിയും നാട്ടുകാരുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. അതുകൊണ്ട് അതിനു വേണ്ടി ഒരു കാഴ്ചപ്പാട്, വികസിത കേരളം, വികസിത നിയമം, വികസനം, വികസന രാഷ്ട്രീയം, ഇതെല്ലാമാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഇതുവരെ എത്രയോ MLA മാറി ഭരിച്ചു. CPM-ന്റെ ആയിരുന്നു, കോൺഗ്രസിൻ്റെ ആയിരുന്നു. BJP MPക്ക് ഒരു അവസരം കിട്ടിയാൽ, നരേന്ദ്രമോദിജിക്ക് 2014 കിട്ടിയ അവസരം പോലെ തന്നെ ഇവിടെ ഒരു നല്ല മാറ്റം, നല്ല ഒരു ചാട്ടം കൊണ്ടുവരാൻ കഴിവുണ്ട്, താല്പര്യമുണ്ടെന്നാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അപ്പോൾ ഒരു ഗിമ്മിക്കും ഇല്ല. ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് ജനങ്ങളെ സേവിക്കാനാണ്, നാടിനെ നന്നാക്കാണ്. ഞങ്ങൾക്ക് പവറോ മറ്റ് ഒരു അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ അത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഞങ്ങൾക്കൊരു അവസരം തന്നാൽ, എനിക്കൊരു അവസരം കിട്ടിയാൽ ഒരു നല്ല MLA ആയിട്ട് ഞാൻ ഇവിടെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും, എനിക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട് എന്ന് ഞാൻ മുമ്പോട്ട് പറഞ്ഞു. ആത്മാർത്ഥത എന്ന് പറയുന്നത് അങ്ങയുടെ വാക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ തിരുവനന്തപുരം ഉള്ളതാണ്. ഞാൻ അന്ന് അങ്ങയോട് ഇന്റർവ്യൂ നടത്തുന്നത് എനിക്ക് മനസ്സിലായതാണ്. പക്ഷെ ആ അങ്ങയുടെ വാക്കുകളിൽ ആത്മാർത്ഥത ജനങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് ഒരു ഹൈ ആയിട്ട് വോട്ടുകൾ നേടാൻ അങ്ങേക്ക് സാധിച്ചു. അവിടെ നിന്നുള്ള ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ BJP നേതൃത്വത്തിൽ വന്നു. അങ്ങ് വന്നതിന് ശേഷം ഒരു പോസിറ്റീവ് എനർജി അണികളിലുണ്ടായി. അങ്ങനെ വളരെ ശുഭകരമായ ഒരു ഫേസിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വികസനം എന്നത് മാത്രമല്ല, ഒപ്പം നിൽക്കുമെന്നുള്ള അങ്ങയുടെ വാക്കുകളും ജനങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നില്ലേ? 100%. വികസനം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം ഉണ്ടാക്കാനോ ബ്രിഡ്ജ് ഉണ്ടാക്കാനോ അല്ല ഞങ്ങൾ കാണുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം, ഒരു ചാട്ടം, നല്ലൊരു മാറ്റം, അതാണ് ഞങ്ങൾ വികസനം എന്ന് പറയുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ 2 കെട്ടിടം കിട്ടുക, 2 ബ്രിഡ്ജ് ഉണ്ടാക്കുക, 3 റോഡ് ഉണ്ടാക്കി ഇനോഗ്രേറ്റ് ചെയ്യുക. അതെല്ലാം കോൺഗ്രസും CPM എത്ര കാലമായിട്ട് ചെയ്യുന്നതല്ലേ. അതല്ല, ഒരു വികസനം. പ്രശ്നങ്ങൾ പരിഹരിക്കണം. എത്രയോ കൊല്ലമായി പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കണം. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കണം. ആ ഭാവി സൃഷ്ടിക്കുന്നത് 2 അനൗൺസ്മെന്റ്, ഒരു പദ്ധതി അനൗൺസ് ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ വിദ്യാഭ്യാസ മേഖല, സ്കില്ലിംഗ് മേഖല, നിക്ഷേപം, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. ഇതിനെല്ലാം വെറുതെ വാഗ്ദാനം കൊടുത്താൽ പോരാ. അതിനൊരു അധ്വാനം വേണം, ഒരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടിനെ നന്നാക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ, അധ്വാനിക്കാൻ ഒരു കഴിവ് വേണം. അതെല്ലാമാണ് ഞങ്ങൾ ചെയ്തത്. അത് ഞാനിപ്പോൾ ഒരു പുതിയ ആളായിട്ട് പുതിയതായിട്ട് പറഞ്ഞതല്ല. ഇത് നരേന്ദ്രമോദിജി 12 കൊല്ലമായിട്ട് ചെയ്തതല്ലേ. അവിടുന്നല്ലേ ഞങ്ങളെല്ലാം ഇതെല്ലാം പഠിക്കുന്നത്.
മോദിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് യങ്സ്റ്റേഴ്സിനെയും ഒപ്പം സീനിയർ സിറ്റിസണിനും ചേർത്ത് നിർത്തുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ പാതയിലൂടെയാണ് അങ്ങ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലും ഒരുപാട് പ്രവർത്തകരുടെ മനസ്സിലുമുള്ള ഒരു വിശ്വാസം നിയമത്ത് രാജീവ് ചന്ദ്രശേഖർ എത്തും എന്നത് തന്നെയാണ്. എത്തും, BJP NDA എന്റെ വിശ്വാസം, എന്റെ പ്രതീക്ഷ. എനിക്ക് തോന്നുന്നു സാർ, ഞാൻ തിരുവനന്തപുരത്തുകാരി ആയതുകൊണ്ട് ഞാൻ നിയമം കൂടുതൽ ഇതായി കാണുന്നത് കൊണ്ടായിരിക്കും എല്ലായിടത്തും NDA എത്തട്ടെ.